സുഖല്ലേ? ഞാൻ നവ്യ. അപ്പം നമ്മളിന്നൊരു അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാജരാജേശ്വരി അമ്പലം അല്ലെങ്കിൽ തളിപ്പറമ്പ് അമ്പലം എന്ന് പറയും. അപ്പോൾ ആ അമ്പലത്തിൽ ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പം വെങ്കലത്തിൻ്റെ അങ്ങനെയെന്നാണ് പറയുന്നത് മലയാളത്തിൽ. അപ്പോൾ അതിൻ്റെ വലിയ ശിവൻ്റെ ഇന്ത്യയിലെ സബ്സെ ലാർജസ്റ്റ് ബിഗ്ഗസ്റ്റ് ശിവൻ്റെ മൂർത്തി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടക്കാന്ന് ഒരു ദിവസം മുമ്പെയാണ് അമിത് ഷാ എല്ലാം വന്നിട്ട് പോയത്. അപ്പോൾ അത് ഫുൾ ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് കണ്ണൂർ ആണെങ്കിൽ എങ്ങനെ പോകേണ്ടതെന്ന് നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ഏതാ ബസ് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ വണ്ടിക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് പോവുക, അല്ലെങ്കിൽ ബസ്സിന് പോകണമെങ്കിൽ ബസ്സിന് പോവുക. നല്ല കൺവീനിയൻ്റ് ആണെന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്മമ്മ പറഞ്ഞു, അമ്മമ്മ നമുക്ക് അമ്പലത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നാളെയാണ് പൂനെയിലേക്ക് പോകുന്നത്. ഞാനും മമ്മയും മാത്രമേ പോകുന്നുള്ളൂ. സച്ചുവും പപ്പയും 1 വീക്കിന് ശേഷമാണ് വരിക. അപ്പോൾ നമ്മൾ വേളത്തുനിന്ന് മമ്മേൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഡയറക്റ്റ്ലി ബസ്സുണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് കൺവീനിയൻറ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നേരെ വെള്ളത്തേക്ക് പോവുക ചെയ്തേ. അതിൻ്റെ വീഡിയോയിലും കാണാം കേട്ടോ മുമ്പിൽ. അപ്പം നമ്മൾ അമ്പലത്തേക്ക് പോകുന്ന വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് പിടിച്ച് ചെറവക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ണൂർ സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് ബസ് പിടിച്ചിട്ട് തളിപ്പറമ്പിൽ നിന്ന് 7 ബസ്സോ അല്ലെങ്കിൽ ആ സൈഡിൽ പോകുന്ന ഏതെങ്കിലും ബസ്സിന് പിടിച്ചിട്ട് ചെറവക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം, ഓട്ടോനുണ്ടെങ്കിൽ ഓട്ടോന് പോകും. നമ്മൾ നടക്കുക ചെയ്യൽ. അപ്പോൾ നമ്മൾ ചെറവക്ക് ഇറങ്ങിയിട്ട് അവിടെ തന്നെ വലിയ ബോർഡ് കാണും, രാജരാജേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണും. അതിൻ്റെ ഉള്ളിലേക്കൂടെ ഒരു 15 മിനിറ്റ്സ് നടക്കാനുണ്ട്, ഒരു 10 to 15 മിനിറ്റ്സ്. പോകുന്ന വഴിക്ക് നമുക്ക് വലിയൊരു ചിറ കാണാം, വലിയ കുളം. ഇതാണ് ആ കുളം. അമ്മമ്മ പോയിട്ട് കാലെല്ലാം കഴുകി. അപ്പം ഞാൻ ഈ ദാവണിയെല്ലാം കൊടുത്തിട്ട് അതിലെ കൂടെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം അമ്മമ്മ പോയി കാലെല്ലാം കഴുകിയിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. വലിയ ചെറിയാന്നേ, ഭയങ്കര വലിയ ചെറിയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് പോയാൽ അവിടെ 2 അമ്പലമുണ്ട്, ഗണപതിൻ്റെയും പിന്നെ അത് വലിയ ആലുണ്ട്. അങ്ങനെ വലിയ 2 അമ്പലമുണ്ട് കേട്ടോ. ആ അമ്പലത്തെല്ലാം പോയി നിങ്ങൾ നടന്നിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഈ ചെറിയും ആ അമ്പലം എല്ലാം കാണാം. ഓട്ടോയിലേക്ക് കൂടിയാണ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഹൈവേയിലൊക്കെ റോഡിലേക്ക് കൂടിയാണ് പോകില്ല. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതിലേക്കൂടെ പോകുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടാ. അപ്പോൾ 2 വലിയ അമ്പലമാണ് അവിടെ ഉള്ളത്. 2 അല്ല, 1 ഇല്ലെന്ന് തോന്നുന്നു. 1 ഒരു അമ്പലവും സൈഡിലൊരു വലിയ ആൽമരമാണ് സംഭവം കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുതു. അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണെന്നത് നിങ്ങൾക്ക് കാണാമല്ലേ. അപ്പോൾ ഈ കല്ലെല്ലാം നോക്കിയാട്ടെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു ബാക്കിയെല്ലാ അമ്പലത്തിനും കാട്ടും. ഈ അമ്പലം എന്ന് പറയുന്നത് നല്ല ഫുൾ സൈലൻ്റാണ്. നമ്മളെ കേരളത്തിൻ്റെ അമ്പലം എന്ന് പറയുന്നത് നോർമലി സൈലൻ്റാണ്. പക്ഷെ നോർത്ത് സൈഡിലെല്ലാം അമ്പലം ഭയങ്കര സൗണ്ടും പൂജയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ നോർത്ത് സൈഡിൽ നമുക്ക് തന്നെ പൂജ ചെയ്യാം, നോർമൽ ആൾക്കാർക്ക് തന്നെ അവിടെ പോയി പൂജ ചെയ്യുക, ശിവൻ്റെ അതിന് വെള്ളം ഒഴിക്കുക, പാലൊഴിക്കുക, പാലഭിഷേകം ചെയ്യുക, എല്ലാം ചെയ്യുക. പക്ഷെ നമ്മുടെ നാട്ടിലതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ നീറ്റ്നെസ്സും റെസ്പെക്റ്റും എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മളവിടെ കണ്ടു ആ സാധനം. ആ നല്ല ശിവൻ നല്ല സൂപ്പറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിനി, നല്ല വൃത്തിക്കെല്ലാവരും നല്ല വെച്ചിനേനു. അപ്പോൾ ഞാൻ നല്ല സംഭവം
കയറാൻ കഴിയില്ല കേട്ടോ. അവിടെ ഗേൾസിനാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിൽ രാത്രി 7 മണിക്ക് ശേഷം 7:30 ശേഷം അങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിതുവരെ ഉള്ളിൽ കയറിയിട്ടില്ല. പിന്നെ രാവിലെ 11:30-12 വരെ നട തുറക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പോകുന്നവർക്ക് 11:30-12 മുമ്പേ പോകണം. എന്നാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് അവിടുന്ന് 12 മണിയാകുമ്പോഴത്തേക്ക് തൊഴുതിട്ട് നെയ്യമൃതം എല്ലാം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കഴിച്ചിട്ട് നമുക്ക് നേരെ ഫുഡിൻ്റെ അടുക്ക പോവാം. അപ്പം ചുറ്റി വരുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കാനാവും. 12:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കും. നല്ല ടേസ്റ്റാണ് ഫുഡ്, നല്ല പ്ലെയിൻ ഫുഡാണ്. നമുക്ക് 12:30 ആകുമ്പോൾ ഫുഡും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്യൂന് നിന്നു. നെയ്യമൃതം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ബർത്ത്ഡേ അല്ല, അപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യൂന് നിന്നു. അപ്പോൾ മാമിയും മേമയും ലേറ്റായിട്ട് വന്നേ. മേമേൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് രാവിലെ വളത്തേക്ക് വന്ന് അവിടെ പിന്നെ കുറേ ഇതായതുകൊണ്ട് അവർ ലേറ്റായിപ്പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ വരുത്താവുന്നത്. പിന്നെ നമ്മൾ ആ അമ്പലം ഒന്ന് ഫുള്ള് ചുറ്റണം. ഒന്ന് ഫുൾ ചുറ്റിട്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ ഡ്രസ്സ് ഉണ്ടില്ല അങ്ങനെ നമ്മളെ ഡ്രസ്സ് അങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഞാൻ ഷോർട്ട്സ് ഓൾറെഡി ഇട്ട് തന്ന് കുറേ ആൾക്കാരെ പറഞ്ഞ് നല്ല ഭംഗിയുണ്ടെന്ന്. എന്നാലും ഒരു രസമല്ലേ, എല്ലാവരും പറയണം കേട്ടോ ഡ്രസ്സ് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ അവരെന്നെ സമ്മതിച്ചിട്ടില്ല. അവരെന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റിന് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യത്തെ ട്രിപ്പ് 2 ട്രിപ്പ് ഓൾറെഡി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് അവിടെ തീർന്നു പോയി. പിന്നെയും 3 ട്രിപ്പ് കഴിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് രണ്ടാമത് അവരുണ്ടാക്കി ചോറും കറിയെല്ലാം. അതുകൊണ്ട് ഭയങ്കര ലേറ്റായി പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളവിടുന്ന് പോലായി. അപ്പോൾ ഇവർ മാമിയും മേമയും വന്ന സമയത്ത് നമ്മൾ ആ വിഗ്രഹത്തിനൊക്കെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അതിന് ശേഷം നമുക്ക് വളർത്തേക്ക് പോവാൻ അമ്മമ്മയോട് കുറേ പറഞ്ഞ് വരാം. അമ്മ വന്നിട്ടില്ല. അമ്മ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അമ്മമ്മ വീട്ടിലേക്ക് പോയി. പപ്പ അമ്മമ്മനെ കൊണ്ടാക്കി. പിന്നെ നല്ല മഴയായതുകൊണ്ട് പപ്പ വളത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല പപ്പക്ക്. അപ്പോൾ അങ്ങനെ ഞാനും മേമയും മാമിയും സച്ചും കൂടി മാമീൻ്റെ സ്കൂട്ടി പോയി. പിന്നെ ഞാനും മേമയും മമ്മയും ലല്ലിയും കൂടി ബസ്സിന് പോയി. അപ്പോൾ മേമക്ക് എന്തോ ബാങ്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മേമ ബാങ്ക് പോയി. നമ്മൾ ബസ്സിന് എത്തിയപ്പോൾ നമ്മളെ മാമിയുടെ ഷോപ്പിൽ മമ്മേൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫ്രണ്ടാണ് നമ്മൾ ഗുരുവാൻറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സമയം വരുന്നുണ്ട് മയിലേക്ക്. എന്നപ്പോൾ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ടു, ആൻറ്റീനെ കണ്ടു, ഭയങ്കര സന്തോഷമായി. ഇപ്പം എപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ അതുപോലെ ആരെങ്കിലും ഒരാളെ കാണും, അതാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്. അങ്ങനെ നമ്മൾ കണ്ടു, കുറച്ച് നമ്മൾ സംസാരിച്ചു. അതിന് ശേഷം നമ്മൾ നാളെ പുണ്യയിലേക്ക് പോകുന്നില്ലേ. അപ്പോൾ കുറച്ച് ബേക്കറി എല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് കേക്കും നുറുക്കും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നാസ് ഷോപ്പിൻ്റെ അങ്ങോട്ട് തന്നെ ഒരു ബേക്കറി ഉണ്ട്, KR എന്ന് പറഞ്ഞിട്ട്. നല്ല സൂപ്പർ ബേക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. അവിടുത്തെ കേക്കുകൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളവിടെ പോയി. അപ്പോൾ ആൻറ്റി എനിക്കൊരു പപ്സ് വാങ്ങിച്ചു തന്നു, മുട്ട പപ്സ്. നമുക്ക് നാട്ടിലേക്ക് വന്നാൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് കഴിക്കണം നിർബന്ധം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പപ്സും ലൈമും അത് ഞാൻ എന്തായാലും കഴിക്കും. പിന്നെ മന്തി, അൽഫാം, അങ്ങനത്തെ ഷവർമ. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ തലപ്പറമ്പ് ബോയ്സ് ഓന്ന് ഷവർമ എന്തായാലും കഴിക്കും. ഞാൻ ഇപ്രാവശ്യം കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം 4 ദിവസത്തേക്ക് ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ലല്ലക്ക് കോഴിമുട്ടായി വാങ്ങിച്ചു കൊടുത്തു. ആൻറ്റി എനിക്ക് ഒരു പപ്സ് വാങ്ങിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോലായി. മേമ ബാങ്ക് പോകണം എന്നിട്ട് ബാങ്ക് പോയിട്ട് ഇനിയും വന്നില്ലേനു. അപ്പോൾ ആൻറ്റിയും മമ്മിയും കണ്ടിട്ട് ആൻറ്റിക്ക് ബസ് 4:15 ആൻറ്റിക്ക് ബസ്സുണ്ട്. അങ്ങനെ ആൻറ്റി ബസ്സിനും പോയി, നമ്മൾ വീട്ടിലേക്കും പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.